അന്ന് മദ്രാസാണ് സിനിമാ നഗരം. എന്തെങ്കിലും ഒരു സാധ്യത കിട്ടണമെങ്കിൽ മദ്രാസിൽ പോകണം. അമ്മായിയോട് കാര്യം പറഞ്ഞപ്പോൾ ആദ്യം എതിർപ്പായിരുന്നു. എന്നാൽ വിജയലക്ഷ്മി ആ ഒറ്റ ആവശ്യത്തിൽ നിന്ന് അണുവിട ചലിച്ചില്ല. ഒടുവിൽ അമ്മായി അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അമ്മായിക്കൊപ്പം വിജയലക്ഷ്മി മദ്രാസ് നഗരത്തിലെത്തുന്നു. ദിവസേന പല ദിക്കിൽ നിന്നും ആൺ പെൺ വ്യത്യാസമില്ലാതെ ആ നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്ന കാലമാണ്. സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായെങ്കിലും ഒരു അവസരം ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിൽ പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം സഹിച്ച് കോടമ്പക്കത്ത് തന്നെ തുടരുന്ന ആയിരക്കണക്കിന് പേർ. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു വിജയലക്ഷ്മി. സിനിമയിൽ അഭിനയിക്കുന്നവരുടെ രൂപത്തെക്കുറിച്ച് നിരവധി ധാരണകൾ ഉണ്ടായിരുന്ന കാലമായതിനാലാവണം വിജയലക്ഷ്മി ചാൻസ് ചോദിച്ച് പലയിടത്തും അലഞ്ഞിട്ടും ആരുടെയും കണ്ണിൽ അവർ പെട്ടില്ല. അടക്കവും ഒതുക്കവുമുള്ള നായികയും അതിനനുസരിച്ചുള്ള മുഖവും. ആ അളവുകോലുകളിലൊന്നും വിജയലക്ഷ്മിയുടെ മുഖമോ ശരീരമോ ഒതുങ്ങുമായിരുന്നില്ല.